കഴിഞ്ഞ 3 ക്ലാസ്സിലും തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്ന ഈ സെയിം ചാപ്റ്റർ തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പഠിച്ചിട്ടുള്ളത് ഡിമാൻഡ് എന്താണ് എന്നുള്ളതും എങ്ങനെയാണ് ഡിമാൻഡ് കർവ് വരുന്നത് എന്നുള്ളതും അതേപോലെ തന്നെ ലോ ഓഫ് ഡിമാൻഡ് എന്താണ് എന്നുള്ളതും ഡിമാൻഡ് കർവ് എങ്ങനെയാണ് ഇൻഡിഫറൻസ് കർവിൽ നിന്നും ഡെറിവേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്താണ് നമ്മൾ ലോ ഓഫ് ഡിമാൻഡ് പഠിച്ചിട്ടുള്ളത്? ലോ ഓഫ് ഡിമാൻഡ് പഠിച്ചിട്ടുള്ളത് എന്താണ്? അതർ തിങ്സ് ബീയിങ് ഈക്വൽ as the price of a commodity falls, its quantity demanded increases and vice versa. Other things എന്ന് പറയുമ്പോൾ ഈ other things എന്ന് പറയുമ്പോൾ പ്രൈസ് അല്ലാത്ത മറ്റുള്ള ഘടകങ്ങൾ, പ്രൈസ് അല്ല എന്ന് പറയുമ്പോൾ അതായത് വരുമാനം, പോപ്പുലേഷന്, പിന്നെ ഉപഭോക്താവിൻ്റെ ടേസ്റ്റ്, പ്രിഫറൻസസ്, ഈ വക കാര്യങ്ങളാണ് അതർ തിങ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ സ്ഥിരമായിട്ട് നിലനിൽക്കുകയാണ്. പക്ഷെ പ്രൈസിലാണ് ഇവിടെ ചേഞ്ച് വരുന്നത്. പ്രൈസ് കൂടുകയോ കുറയുകയോ ചെയ്യുന്ന സമയത്ത് ഡിമാൻഡിൽ എന്ത് വ്യത്യാസം വരുന്നു എന്ന് കാണിക്കുന്നതാണ് ഇവിടെ നമ്മൾ ലോ ഓഫ് ഡിമാൻഡിൽ പഠിച്ചിട്ടുള്ളത്. അതായത് പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഒരു വസ്തുവിൻ്റെ ആവശ്യപ്പെടുന്ന അളവ് കുറയും, പ്രൈസ് കുറയുന്ന സമയത്ത് വസ്തു ആവശ്യപ്പെടുന്ന അളവ് കൂടും. അതാണല്ലോ നമ്മൾ ലോ ഓഫ് ഡിമാൻഡിൽ പഠിച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ലോ ഓഫ് ഡിമാൻഡിൽ ഇങ്ങനെ ഒരു വസ്തുവിൻ്റെ അളവ് പ്രൈസ് കൂടുന്ന സമയത്ത് കുറയുകയും പ്രൈസ് കുറയുന്ന സമയത്ത് കൂടുകയും ചെയ്യുന്നതിനുള്ള റീസൺ എന്താണ്? അതിൻ്റെ പ്രധാന റീസൺ ഇൻകം ഇഫക്റ്റും സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്, അതേപോലെ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്നിവയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എന്താണ് ഇൻകം ഇഫക്റ്റ്? ഇൻകം ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിൻ്റെ വില കുറയുന്ന സമയത്ത്, പ്രൈസ് കുറയുന്ന സമയത്ത് ഉപഭോക്താവിൻ്റെ വരുമാനം കൂടും. ഇതാണ് ഇൻകം ഇഫക്റ്റ്. അതേപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് എന്താണ്? വില കുറഞ്ഞ ഒരു വസ്തു വില കൂടുതലുള്ള ഒരു വസ്തുവിന് പകരം വെക്കാനൊരു ഉപഭോക്താവിന് സാധിക്കും. അതേപോലെ തന്നെ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്താണ്? അതായത് ഒരു വസ്തുവിൻ്റെ അധിക യൂണിറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് ആ വസ്തുവിൽ നിന്നും കിട്ടുന്ന സന്തോഷം കുറഞ്ഞു വരും. അതാണല്ലോ നമ്മൾ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി പഠിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ ഇൻകം ഇഫക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വസ്തുക്കളെ എങ്ങനെയായിട്ട് നമ്മൾ ഒരു വസ്തുവിനെ എങ്ങനെയാണ് വേർതിരിച്ചിട്ടുള്ളത്? അതായത് ഇൻകം ഇഫക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ വസ്തുക്കളെ നോർമൽ ഗുഡ് എന്നും ഇൻഫീരിയർ ഗുഡ് എന്നും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. എന്താണ് നോർമൽ ഗുഡ്? നോർമൽ ഗുഡ് എന്ന് പറഞ്ഞാൽ ഗുഡ്സ് whose demand increases when income increases. വരുമാനം കൂടുമ്പോൾ ഡിമാൻഡ് കൂടുന്ന വസ്തുക്കളാണ് നോർമൽ ഗുഡ് എന്ന് പറയുന്നത്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബ്രാൻഡഡ് ക്ലോത്ത്സ്, ലക്ഷറീസ് കാറ്, ഇതൊക്കെ വരുമാനം കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ ഡിമാൻഡ് കൂടും. പക്ഷെ ഇൻഫീരിയർ ഗുഡ് അങ്ങനെയല്ല. ഇൻഫീരിയർ ഗുഡ് എന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാൽ ഗുഡ്സ് ഹൂസ് ഡിമാൻഡ് ഡിക്രീസസ് വെൻ ഇൻകം ഇൻക്രീസസ്. ഒരാളുടെ വരുമാനം കൂടുമ്പോൾ അതിൻ്റെ ഡിമാൻഡ് കുറയും. അതിന് എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം റേഷനറി, അയാൾ വരുമാനം കൂടുതലുള്ള സമയത്ത് ചിലപ്പോൾ വില കുറഞ്ഞ റേഷനറി വാങ്ങില്ല. അതേപോലെ തന്നെ അയാൾ ലൈൻ ബസ്സിൽ, അതായത് നമ്മൾ സാധാരണ ബസ്സിൽ യാത്ര ചെയ്യില്ല അയാൾ വരുമാനം കൂടുമ്പോൾ. അപ്പോൾ ഇതൊക്കെയാണ് ഇൻഫീരിയർ ഗുഡ്സിന് നമ്മൾ എക്സാമ്പിളായിട്ട് പറയുന്നത്. ഇനി നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റിൽ വരുന്ന ഒരു ഗുഡ് ഉണ്ട്, അതാണ് സബ്സ്റ്റിറ്റ്യൂട്ടറി ഗുഡ്സ്. സബ്സ്റ്റിറ്റ്യൂട്ടറി ഗുഡ്സ് എന്താണ്? സബ്സ്റ്റിറ്റ്യൂട്ടറി ഗുഡ്സ് എന്ന് പറഞ്ഞാൽ വൺ ക്യാൻ ബി റീപ്ലേസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് അനദർ. അതായത് ഒരു വസ്തുവിന് പകരം മറ്റൊരു വസ്തു ഉപയോഗിക്കാൻ പറ്റും. ഇപ്പം എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ടീയും കോഫിയും. അതായത് ടീയുടെ പ്രൈസ് കൂടുന്ന സമയത്ത് നമുക്ക് പകരമായിട്ട് കോഫി ഉപയോഗിക്കാൻ പറ്റും. ഇതൊരു പോസിറ്റീവ് റിലേഷൻഷിപ്പാണ്. ഇപ്പോൾ ടീയുടെ വില കൂടുമ്പോൾ കോഫിയുടെ ഡിമാൻഡ് കൂടുക എന്ന് പറഞ്ഞാൽ ഇതൊരു പോസിറ്റീവ് റിലേഷൻഷിപ്പാണ്. ഇനി മറ്റൊരു തരം ഗുഡാണ് കോംപ്ലിമെൻ്ററി ഗുഡ്. കോംപ്ലിമെൻ്ററി ഗുഡിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പെട്രോളും കാറും. അതായത് കോംപ്ലിമെൻ്ററി ഗുഡ്സ് എന്ന് പറഞ്ഞാൽ യൂസ്ഡ് ടുഗദർ ആണ്. അതായത് നമ്മളിപ്പോൾ കാറിൻ്റെ വില വർദ്ധിച്ചു കഴിഞ്ഞാൽ പെട്രോളിൻ്റെ ഡിമാൻഡ് കുറയും. അതാണ് കോംപ്ലിമെൻ്ററി ഗുഡ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു നെഗറ്റീവ് റിലേഷൻഷിപ്പാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇൻകം ഇഫക്റ്റിൻ്റെയും അതേപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ്റെ ഇഫക്റ്റിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഗുഡ്സിനെ വേർതിരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ടൈപ്സ് ഓഫ് ഗുഡ്സ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഗുഡ്സൊക്കെയാണ് നമ്മൾ എഴുതേണ്ടത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് വേഴ്സസ് ചേഞ്ച് ഇൻ ഡിമാൻഡ്. അതായത് ഈ ചോദന വക്രം നമ്മൾ ഗ്രാഫ് വരച്ചപ്പോൾ പഠിച്ചു. ചോദന വക്രം എന്ന് പറഞ്ഞാൽ ചോദന വക്രത്തിലത്തെ ഓരോ പോയിന്റുകളും മാറുന്നത് പ്രൈസിൽ വരുന്ന വ്യത്യാസം അനുസരിച്ചാണ്. അതായത് കർവ് മാറുന്നില്ല, കർവ് സെയിം കർവ് തന്നെ, പക്ഷെ പ്രൈസ് കൂടുകയോ കുറയുകയോ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഓട്ടോമാറ്റിക്കായിട്ടും ക്വാണ്ടിറ്റി മാറും. അപ്പോൾ അതിനനുസരിച്ചാണ് ഈ കർവിലെ പോയിന്റുകൾ മാറുന്നത്. അതായത്
ഇപ്പം പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ ഡിമാൻഡ് കുറയും. അപ്പോൾ അപ്വേർഡായിട്ട് മൂവ്മെൻ്റ് ആണ് പോയിന്റിൽ വരുന്നത്. ഇനി പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞാലോ ഡിമാൻഡ് കൂടും. അപ്പോൾ ഡൗൺവേർഡ് ആയിട്ടുള്ള ഒരു മാറ്റമാണ് പോയിന്റിൽ വരുന്നത്. പക്ഷെ ഈ വില ഒഴിച്ചുള്ള മറ്റു ഘടകങ്ങൾ, വില ഒഴിച്ചുള്ള എന്ന് പറയുമ്പോൾ ഇൻകം, പോപ്പുലേഷന്, ട്രെൻഡ്സ്, ഫാഷന്, അങ്ങനെയുള്ള ഘടകങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കർവ് റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ചെയ്യുകയോ ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് ചെയ്യുകയോ ചെയ്യും. അതായത് വരുമാനം കൂടിക്കഴിഞ്ഞു അല്ലെങ്കിൽ പോപ്പുലേഷൻ കൂടിക്കഴിഞ്ഞു, അങ്ങനെയൊക്കെയുള്ള സന്ദർഭത്തിൽ കർവ് റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ചെയ്യും. വരുമാനം കുറഞ്ഞു കഴിഞ്ഞാൽ കർവ് ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് ചെയ്യും. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ആരെങ്കിലും കേട്ടിട്ടില്ലെങ്കിൽ ഒന്ന് റിവൈസ് ചെയ്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ക്ലാസ് അവിടെ എടുക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾ ഒന്ന് നന്നായിട്ട് പഠിക്കാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് കമ്പോള ചോദനം. എന്താണ് ചോദനം? ചോദനം എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത വിലയ്ക്ക് ഒരു നിശ്ചിത കാലയളവിൽ ഉപഭോക്താവ് വാങ്ങാൻ താല്പര്യപ്പെടുകയും അളവുണ്ടാകുകയും ചെയ്യുന്ന വസ്തുക്കളാണല്ലോ ഈ ചോദനം എന്ന് പറയുന്നത്. അപ്പോൾ കമ്പോള ചോദനം എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പോള ചോദനം എന്ന് പറഞ്ഞാൽ അതായത് ചോദനം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അത് ഇൻഡിവിജ്വൽ ആയിട്ടാണ് പഠിച്ചത്, ഒരു ഉപഭോക്താവ് ആയിട്ടാണ് പഠിച്ചത്. അപ്പോൾ കമ്പോള ചോദനം എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത വിലയ്ക്ക് ഒരു നിശ്ചിത കാലയളവിൽ എല്ലാ ഉപഭോക്താക്കളും വാങ്ങാൻ താല്പര്യപ്പെടുകയും അളവുണ്ടാകുകയും ചെയ്യുന്ന ഇതിന്റെ അളവാണ് കമ്പോള ചോദനം എന്ന് പറയുന്നത്. അതായത് ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവിൽ ഒരു ഇൻഡിവിജ്വലിൻ്റെ ഡാറ്റ മാത്രം വരുന്നുള്ളൂ. അവിടെ ഒരു ഇൻഡിവിജ്വലിൻ്റെ വരുമാനം അല്ലെങ്കിൽ താല്പര്യങ്ങൾ മാത്രമാണ് പരിഗണിക്കപ്പെടുന്നത്. പക്ഷേ മാർക്കറ്റ് ഡിമാൻഡ് അല്ലെങ്കിൽ കമ്പോള ചോദനത്തിൽ അങ്ങനെയല്ല. മാർക്കറ്റ് ഡിമാൻഡിൽ എല്ലാ ഉപഭോക്താക്കളുടെയും ഡിമാൻഡ് കൂടി കൂട്ടിയിട്ടാണ് ഇവിടെ മാർക്കറ്റ് ഡിമാൻഡ് എടുക്കുന്നത്. ഇവിടെ ഒരു ഉപഭോക്താവിനെ അല്ല, എല്ലാ ഉപഭോക്താവിനെയും പരിഗണിച്ചിട്ടാണ് നമ്മളിവിടെ മാർക്കറ്റ് ഡിമാൻഡ് എടുക്കുന്നത്. നമുക്കിതൊരു ടേബിൾ വെച്ചിട്ട് നമുക്ക് നോക്കി നോക്കാം എങ്ങനെയാണ് ഈ കമ്പോള ചോദനം വരുന്നത് എന്ന് നമുക്ക് നോക്കി നോക്കാം. ഇപ്പൊ നമ്മൾ പ്രൈസ് 10 ആണെന്ന് വിചാരിക്കാം, ഇവിടെ പ്രൈസ് 8 ആണെന്ന് വിചാരിക്കാം. ഇപ്പൊ ഇവിടെ ഉപഭോക്താവ് എ എന്ന് പറയുന്ന ഒരാൾക്ക് 3 ആണെന്ന് വിചാരിക്കാം. ആ പ്രൈസിൽ ഉപഭോക്താവ് ബിക്ക് 4 ആണെന്ന് വിചാരിക്കാം. 8 എന്ന് പറയുന്ന പ്രൈസിൽ ഉപഭോക്താവ് വാങ്ങുന്ന ക്വാണ്ടിറ്റി എന്താണ്? നമുക്ക് 4 ആണെന്ന് വിചാരിക്കാം. ഇവിടെ ബി 5 ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ മാർക്കറ്റ് ഡിമാൻഡ് കമ്പോള ചോദനം വരുന്നത് ഈ എയും ബിയും തമ്മിലുള്ള കൂട്ടിയിട്ടായിരിക്കും. ഈ എയും ബിയും തമ്മിലുള്ള ക്വാണ്ടിറ്റി കൂട്ടിയിട്ടായിരിക്കും. Q1ഉം Q2ഉം കൂടി കൂട്ടിയിട്ടുള്ളതാണ് ഈ കമ്പോള ചോദനം മാർക്കറ്റ് ഡിമാൻഡ് വരുന്നത്. അതായത് 3 + 4 ഈ 10 എന്ന് പറയുന്ന പ്രൈസിൽ എയും ബിയും കൂട്ടുമ്പോൾ 7, 8 എന്ന് പറയുന്ന പ്രൈസിൽ എൻ്റെയും ബിൻ്റെയും കൂട്ടുമ്പോൾ 9. ഇതാണ് കമ്പോള ചോദനം. ഇത് നമ്മൾ എങ്ങനെ വരുന്നത് എന്ന് നോക്കാം. ഒരു ഗ്രാഫ് വരച്ചിട്ട് എങ്ങനെ വരുന്നത് എന്ന് നോക്കാം. ആദ്യം നമ്മൾ ഉപഭോക്താവ് എൻ്റെ ഡിമാൻഡ് കർവ് വരയ്ക്കാം. ഇവിടെയാണ് പ്രൈസ് വരുന്നത്. ഇവിടെ ക്വാണ്ടിറ്റി, എപ്പോഴും എക്സ് ആക്സിസിൽ ക്വാണ്ടിറ്റിയും വൈ ആക്സിസിൽ പ്രൈസും. ഉപഭോക്താവ് എ നോക്ക്, ഉപഭോക്താവ് എ 10 രൂപയ്ക്ക് എത്ര വാങ്ങി? 3 ആണ് വാങ്ങിയിട്ടുള്ളത്. 10 രൂപയ്ക്ക് 3. ഇനി ഉപഭോക്താവ് എ തന്നെ 8 രൂപയ്ക്ക് 4 ആണ് വാങ്ങിയിട്ടുള്ളത്. ഇതാണ് ഉപഭോക്താവ് എന്റെ ഡിമാൻഡ് കർവ് വരുന്നത്. ഉപഭോക്താവ് ബി ഉപഭോക്താവ് ബിയുടെ 10 രൂപയ്ക്ക് ഉപഭോക്താവ് ബി എത്രയാണ് വാങ്ങിയിട്ടുള്ളത്? 4 ആണ്. 8 രൂപയ്ക്ക് ഉപഭോക്താവ് ബി വാങ്ങിയിട്ടുള്ളത് 5 ആണ്. മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത് ഈ ഉപഭോക്താവ് എയും ബിയും കൂടിയിട്ട് എത്ര വാങ്ങി എന്ന് കാണിക്കുന്നതാണ്. അതായത് ഉപഭോക്താവ് എയും ബിയും കൂടി 10 രൂപയ്ക്ക് 7 ആണ് വാങ്ങിയിട്ടുള്ളത്. ഇനി 8 രൂപയ്ക്ക് രണ്ടാളും കൂടി വാങ്ങിയിട്ടുള്ളത് 9 ആണ്. ഇതാണ് മാർക്കറ്റ് ഡിമാൻഡ് കർവ്.
മാർക്കറ്റ് ഡിമാൻഡ് കർവ് എൻ്റെയും ബിൻ്റെയും കൂടിയിട്ടുള്ള മാർക്കറ്റ് ഡിമാൻഡ് കർവ് ഇതാണ്. അതായത് 10 രൂപയ്ക്ക് ഉപഭോക്താവ് എയും ബിയും കൂടിയിട്ട് എങ്ങനെ വാങ്ങിയിട്ട് എന്ന് കാണിക്കുന്നതാണ് ഈ മാർക്കറ്റ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ 8 രൂപയ്ക്ക് എത്ര വാങ്ങിയെന്ന്. ഇതാണ് മാർക്കറ്റ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. എന്താണ് മാർക്കറ്റ് ഡിമാൻഡ് കർവിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ? ഒന്ന്, ഉപഭോക്താവിന്റെ വരുമാനം. അതായത് ഉപഭോക്താവിന്റെ വരുമാനം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡ് കൂടും. രണ്ടാമത്തത് ഉപഭോക്താക്കളുടെ എണ്ണം. അതായത് ഉപഭോക്താക്കളുടെ എണ്ണം കൂടിക്കഴിഞ്ഞാലും ഡിമാൻഡ് കൂടും. മൂന്നാമത്തത് ഉൽപ്പന്നത്തിന്റെ വില. അതായത് വില കുറയുമ്പോൾ ഡിമാൻഡ് കൂടും. അടുത്തത് ബന്ധിത ഉൽപ്പന്നങ്ങളുടെ വില. ബന്ധിത ഉൽപ്പന്നങ്ങൾ എന്ന് പറയുമ്പോൾ കോംപ്ലിമെന്ററി ഗുഡും സബ്സ്റ്റിറ്റ്യൂട്ടറി ഗുഡും വരും. അതേപോലെ തന്നെ എക്സ്പെക്ടേഷൻസ്. ഭാവിയിൽ വില കൂടുമെന്ന് കരുതിയിട്ട് ഇപ്പൊ ഡിമാൻഡ് കൂടും. അതായത് ഭാവിയിൽ വില കൂടുമെന്ന് കരുതിയിട്ട് ഇപ്പൊ കൂടുതൽ സാധനങ്ങൾ വാങ്ങിവെക്കും. അതേപോലെ തന്നെ അഡ്വർടൈസ്മെന്റ്, അതേപോലെ തന്നെ ഫാഷന്, ട്രെൻഡ്സ് മുതലായവ. ഇതൊക്കെയാണ് മാർക്കറ്റ് ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ലീനിയർ ഡിമാൻഡ് കർവിന്റെ ഒരു സമ്മേഷൻ വരുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് ലീനിയർ ഡിമാൻഡ് കർവ്? നമ്മൾ പഠിച്ചു എന്താണ് ലീനിയർ ഡിമാൻഡ് കർവ്. ലീനിയർ ഡിമാൻഡ് കർവ് ഇസ് എ സ്ട്രേറ്റ് ലൈൻ ആണ് ഷോയിങ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി പ്രൈസ് ആൻഡ് ദി കമ്മോഡിറ്റി. അതായത് ഒരു സ്ട്രേറ്റ് ലൈൻ ആണ്. അതുകൊണ്ട് തന്നെ അതിന്റെ സ്ലോപ്പ് ചിലപ്പോൾ കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് പ്രൈസും ക്വാണ്ടിറ്റിയും തമ്മിലുള്ള റിലേഷൻ കാണിക്കുന്നതാണ് ലീനിയർ ഡിമാൻഡ് കർവ്. അതായത് ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവ് ഈക്വൽ ടു മാർക്കറ്റ് ഡിമാൻഡ് കർവ് തന്നെയാണ്. അതായത് എല്ലാ ഇൻഡിവിജ്വലിന്റെയും ഡിമാൻഡ് കർവ് കൂട്ടുന്നതാണ് മാർക്കറ്റ് ഡിമാൻഡ് കർവ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമ്മളൊരു ലീനിയർ ഡിമാൻഡ് കർവിന്റെ ഇക്വേഷൻ വരുന്നത്? ഇതാണ് ലീനിയർ ഡിമാൻഡ് കർവിന്റെ ഇക്വേഷൻ. Q ഈസ് ഈക്വൽ ടു A മൈനസ് BP. എ എന്ന് പറഞ്ഞാൽ എന്താണ്? എ എന്ന് പറഞ്ഞാൽ മാക്സിമം ക്വാണ്ടിറ്റി ആണ്. എപ്പ വില 0 ആവുന്ന സമയത്ത് 0 വിലയിൽ മാക്സിമം ക്വാണ്ടിറ്റിയാണ് എ എന്ന് പറയുന്നത്. ബി എന്ന് പറയുന്നത് കർവിന്റെ സ്ലോപ്പാണ്. പി എന്ന് പറയുന്നത് പ്രൈസ് ആണ്. ഇതാണ് എന്തിന്റെ ഇക്വേഷൻ? ലീനിയർ ഡിമാൻഡ് കർവിന്റെ ഇക്വേഷൻ ഇതാണ്. ഇത് വെച്ചിട്ട് നമുക്ക് അതായത് നമുക്ക് പ്രൈസ് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്റ്റോപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ക്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്കിതൊരു ടേബിൾ വെച്ചിട്ട് എങ്ങനെയാണ് ലീനിയർ ഡിമാൻഡ് കർവിന്റെ ഇക്വേഷൻ വരുന്നത് എന്ന് നമുക്കൊരു ടേബിൾ വെച്ചിട്ട് നോക്കാം. ഇക്വേഷൻ എന്താ പഠിച്ചത്? Q ഈസ് ഈക്വൽ ടു A മൈനസ് BP. ഇതാണ് നമ്മൾ പഠിച്ചത്. ഇത് നമ്മൾ നമ്പർ മാറുന്നതിനനുസരിച്ച് നമ്മൾ എയിലും പിയിലും കൊടുക്കുന്ന നമ്പറുകളൊക്കെ വ്യത്യാസം വരും. ഇതാണ് നമ്മൾ ലീനിയർ ഡിമാൻഡ് കർവിന്റെ ഇക്വേഷൻ പഠിച്ചത്. അതായത് എ എന്ന് പറഞ്ഞാൽ പ്രൈസ്. നമ്മൾ ഇപ്പൊ പറഞ്ഞു എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് 0 ആവുന്ന സമയത്ത് ക്വാണ്ടിറ്റി മാക്സിമം ആവണം. ആ ഒരു നമ്പറാണ് എയിൽ കൊടുക്കേണ്ടത്. പി എന്ന് പറഞ്ഞാൽ എത്രയാണ് കർവിന്റെ സ്ലോപ്പ് എന്ന് വെച്ചാൽ അതാണ് കൊടുക്കേണ്ടത്. ബി എന്ന് പറഞ്ഞാൽ പ്രൈസ് ആണ് കൊടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ടേബിൾ വെച്ചിട്ട് നമുക്കിത് നോക്കാം എങ്ങനെയാണ് ഈ ഇക്വേഷൻ വരുന്നത്. ഇപ്പൊ പ്രൈസ് നമ്മൾ ഇങ്ങനെയാന്ന് വിചാരിക്കാം. 0, 5, 10 എന്ന് പറയുന്ന ഒരു ഇതിലാന്ന് വിചാരിക്കാം. ക്വാണ്ടിറ്റി 1, അതായത് ആദ്യത്തെ വ്യക്തിയുടെ എ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ക്വാണ്ടിറ്റി നമുക്ക് ഇങ്ങനെ ഒരു ലെവലിലാന്ന് വിചാരിക്കാം. 10, 5, 0 ആണെന്ന് വിചാരിക്കാം. ഇനി ഉപഭോക്താവ് 2, രണ്ടാമത്തെ ആളുടെ ക്വാണ്ടിറ്റി ഇങ്ങനെയാന്ന് വിചാരിക്കാം. 15, 10, 5. അങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ Q1ഉം Q2ഉം കൂടിയിട്ട് എത്രയും വരിക? ഇത് രണ്ടും കൂടി കൂട്ടുന്നത് Q1ഉം Q2 എന്ന് പറഞ്ഞാൽ ഈ Q1ന്റെയും Q2ന്റെയും കൂടി കൂട്ടുന്നത് 25, 15, 5. വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ ക്യൂ കിട്ടിയേക്കുന്നത്? ഈ ക്യൂ കിട്ടിയേക്കുന്നത് നമ്മൾ ഈ ഇക്വേഷൻ വെച്ചിട്ട് നോക്കി നോക്കാം. നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ സ്ലോപ്പ് 1 ആണ്. എന്താണ് കാരണം? ഇവിടെ പ്രൈസ് 5 വർദ്ധിച്ച സമയത്ത് ക്വാണ്ടിറ്റി 5 കുറയാണ് ചെയ്തിട്ടുള്ളത്. അതായത് ഓരോ യൂണിറ്റ് പ്രൈസ് കൂടുമ്പോഴും ഓരോ യൂണിറ്റ് ക്വാണ്ടിറ്റി കുറയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ബി എന്ന് പറയുന്നത് ഇവിടെ 1 ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇനി ഇവിടെ എ എത്രയാന്ന് വന്നിട്ടുള്ളത്? പ്രൈസ് 0 ആവുന്ന സമയത്ത്
എത്രയാണ് നമ്മൾ അങ്ങനെയാണല്ലോ പറഞ്ഞിട്ടുള്ളത്, പ്രൈസ് 0 ആവുന്ന സമയത്ത് മാക്സിമം ക്വാണ്ടിറ്റി വന്നിട്ടുള്ളത് ഇവിടെ 10 ആണ്. അതാണ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഈ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യുമ്പോൾ Q ഈസിക്കൽ ടു എന്ന് പറയുന്നത് നമ്മൾ ആദ്യത്തെ 0 പ്രൈസിൽ നമ്മൾ എങ്ങനെയാണ് ക്വാണ്ടിറ്റി കണ്ടുപിടിച്ചതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഇക്വേഷൻ വെച്ചിട്ട്. അതായത് എ എന്ന് പറയുന്നത് ഇവിടെ 10 ആണ്. അതായത് 0 പ്രൈസിൽ എ 10 ആണ് കിട്ടിയിട്ടുള്ളത്. മൈനസ് ബി എന്ന് പറയുന്നത് സ്ലോപ്പ് 1 ആണ് കിട്ടിയിട്ടുള്ളത്. പി എന്ന് പറയുന്നത് എത്രയാണ്, പ്രൈസ് 0 ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ Q ഈസിക്കൽ ടു 10 മൈനസ് 0 ഈസിക്കൽ ടു 10. അങ്ങനെയാണ് നമുക്ക് ഇവിടെ 10 കിട്ടിയിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ ചെയ്തുമ്പോൾ രണ്ടാമത്തെ ഇക്വേഷൻ ഇവിടെ നമുക്ക് എങ്ങനെയാണ് ഈ Q കിട്ടിയിട്ടുള്ളത് നമുക്ക് നോക്കി നോക്കാം. രണ്ടാമത്തെ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യുമ്പോൾ 10 മൈനസ് രണ്ടാമത്തെ സ്ലോപ്പ് 1 ഇൻറ്റു രണ്ടാമത്തെ പ്രൈസ് ഇവിടെ 5 ആണ് കിട്ടിയിട്ടുള്ളത്. ഈ 10 എന്താണ്, പ്രൈസ് 0 ആവുന്ന സമയത്ത് മാക്സിമം വന്നിട്ടുള്ള ക്വാണ്ടിറ്റി ആണ് ഈ 10 എന്ന് പറയുന്നത്. അങ്ങനെയാണെന്ന് വെച്ചാൽ 10 മൈനസ് 5 ഈസിക്കൽ ടു 5. അങ്ങനെയാണ് നമുക്ക് ഇവിടെ 5 കിട്ടിയിട്ടുള്ളത്. ഇങ്ങനെ ഓരോ അളവും നമ്മളിവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നിൻ്റെയും ക്വാണ്ടിറ്റി കിട്ടും. അല്ലാണ്ട് ഇത് നമ്മൾ വെറുതെ എഴുതുന്ന അളവല്ല, നമ്മൾ ഈ ഇക്വേഷൻ വെച്ച് ചെയ്തിട്ടാണ് നമുക്ക് ഈ Q എന്ന് പറയുന്ന ഒരു അളവ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിന് നമുക്ക് എന്തൊക്കെ അറിയണം, പ്രൈസ് അറിയണം, സ്ലോപ്പ് അറിയണം. അപ്പം നമുക്ക് ഈ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി നമ്മളിവിടെ പ്രൈസ് 10 ആണ്. പ്രൈസ് 10 ആവുന്ന സമയത്ത് നമ്മൾ വീണ്ടും ഈ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്ത് നോക്കാം. എ എന്ന് പറയുന്നത് 10 ആണ്. സ്ലോപ്പ് എന്ന് പറയുന്നത് 1 ആണ്. 1 ഇൻറ്റു നമുക്ക് പ്രൈസ് എത്ര കിട്ടിയിട്ടുള്ളത് 10. അതായത് 10 മൈനസ് 10 ഈസിക്കൽ ടു 0. കണ്ട, അപ്പൊ നമുക്ക് ഇവിടെ 0 കിട്ടി. അങ്ങനെയാണ് നമുക്ക് ഇതൊക്കെ കിട്ടിയിട്ടുള്ളത്. ഫസ്റ്റ് 10 കിട്ടി, സെക്കൻഡ് 5 കിട്ടി, പിന്നെ 0 കിട്ടി. ഈ ക്വാണ്ടിറ്റി മൊത്തം നമുക്ക് അങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ലീനിയർ ഡിമാൻഡ് കർവിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞത് ഇതാണ്, എ മൈനസ് ബി പി. മനസ്സിലായില്ലേ? ബി സ്ലോപ്പ്, എ എന്ന് പറയുന്നത് മാക്സിമം ക്വാണ്ടിറ്റി, പ്രൈസ് 0 ആവുന്ന സമയത്ത്. ഇനി മക്കളെ, എന്താണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളിപ്പോൾ ഒരു സ്ഥിരമായിട്ട് നമ്മൾ ഒരു ചായക്കടയിൽ പോയിട്ട് ചായ കുടിക്കുകയാണെന്ന് വിചാരിക്കാം. അവിടെ ചെന്നിട്ട് ചായ കുടിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാ ദിവസവും ചായക്ക് 15 രൂപയാണ് എന്ന് വിചാരിക്കാം. നമ്മളിപ്പോൾ ഇന്ന് ചായ കുടിക്കാൻ പോയ അപ്പോഴാണ് നമ്മൾ അറിയുന്നത് 15 രൂപയിൽ നിന്നും ചായൻ്റെ വില 20 രൂപയായിട്ട് ഉയർത്തി. അപ്പം നമ്മൾ ചിലപ്പോൾ ചായ കുടിക്കാണ്ട് പോരും. അതായത് ചെറിയൊരു വ്യത്യാസം വിലയിൽ വന്നിട്ടുള്ളൂ, പക്ഷേ നമ്മൾ ചായ കുടിക്കാണ്ട് പോന്നു. ഇനി നമ്മൾ പെട്രോളിൻ്റെ വില 100 രൂപയിൽ നിന്നും 130 രൂപയോ 140 രൂപയോ ആയി ഉയർത്തിയാലും നമ്മൾ പെട്രോൾ വാങ്ങും. അപ്പം നമ്മളിപ്പോൾ എന്താ ഇതിന്ന് മനസ്സിലാക്കിയത്? അതായത് വിലയിലുണ്ടാകുന്ന മാറ്റം കൊണ്ട് ഡിമാൻഡിൽ എത്ര മാറ്റം ഉണ്ടാകുന്നു എന്ന് കാണിക്കുന്നതാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. അതായത് വിലയിലുണ്ടാകുന്ന മാറ്റത്തിന് അനുപാതമായിട്ട് എത്ര മാറ്റം ഡിമാൻഡിൽ വരുന്നു എന്ന് കാണിക്കുന്നതാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ആ അനുപാതത്തിനാണ് ഇവിടെ പ്രാധാന്യം. അതായത് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിന്റെ ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ബൈ പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് ഇൻ പ്രൈസ്. നമുക്ക് ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഇതൊരു ടേബിളും ഗ്രാഫൊക്കെ വരുന്നത് എന്ന് നമുക്ക് നോക്കാം. അതായത് ഇ ഡി ഈസിക്കൽ ടു പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് by percentage of change in price. അതായത് പെർസെൻറ്റേജ് ഓഫ് ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ന് പറയുമ്പോൾ ഡെൽറ്റ ക്യൂ ബൈ ക്യൂ ബൈ ഡെൽറ്റ പി ബൈ പി. അതായത് നമുക്കിത് നോക്കുമ്പോൾ എങ്ങനെയാണ് നോക്കുക? ക്യൂ 2 minus Q1 by Q1 into 100. P2 minus P1 by P1 into 100. നമുക്ക് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഇലാസ്റ്റിക് ആണോ ഇൻഇലാസ്റ്റിക് ആണോ അതോ യൂണിറ്ററി ഇലാസ്റ്റിക് ആണോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഒരു വസ്തുവിന്റെ വിലയിൽ ചെറിയ മാറ്റം വന്നിട്ടും ഡിമാൻഡിൽ വലിയ മാറ്റം വരികയാണെന്ന് വെച്ചാൽ നമുക്ക് അവിടെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഇലാസ്റ്റിക് ആണ് എന്ന് പറയാം. ഇനി വിലയിൽ വലിയ മാറ്റം വന്നിട്ടും ഡിമാൻഡിൽ ചെറിയ മാറ്റമാണ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഇൻഇലാസ്റ്റിക് ആണ് എന്ന് നമുക്ക് പറയാം.
ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഇലാസ്റ്റിക് ആയിട്ടുള്ള തന്നെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ലക്ഷറിയസ് ആയിട്ടുള്ള കാറുകൾ, അതേപോലെ തന്നെ വില പിടിച്ചിട്ടുള്ള മറ്റുള്ള വസ്തുക്കളൊക്കെ ഉണ്ടാവില്ലേ, ഇതൊക്കെയാണ് നമുക്ക് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഇലാസ്റ്റിക് ആയിട്ടുള്ള വസ്തുക്കൾക്ക് എക്സാമ്പിൾ പറയുമ്പോൾ. ഇനി ഇൻഇലാസ്റ്റിക്, അതായത് ഒരു വസ്തുവിന്റെ വിലയിൽ വലിയ മാറ്റം വന്നാലും ഡിമാൻഡിൽ വലിയ മാറ്റമൊന്നും വരാത്ത വസ്തുക്കൾക്ക് എക്സാമ്പിൾ ആണ് മരുന്ന്. ഇപ്പൊ മരുന്നിന്റെ വിലയിൽ വലിയ മാറ്റം വന്നാലും ആളുകൾ വാങ്ങും, അത് നെസസിറ്റി ആയിട്ടുള്ള വസ്തുക്കളാണ്. പക്ഷെ ലക്ഷറിയസ് എന്ന് പറഞ്ഞാൽ ഇലാസ്റ്റിക് ആണ്. അപ്പൊ നമ്മൾ ഒരു ടിപ്സ് ഓർക്കുമ്പോൾ ലക്ഷറിയസ് ഇലാസ്റ്റിക് വസ്തുക്കളും പിന്നെ അതേപോലെ തന്നെ ഇൻഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ നെസസിറ്റി ആയിട്ടുള്ള വസ്തുക്കൾ, അരി, അതായത് നമ്മുടെ നിത്യോപയോഗ സാധനങ്ങൾ, മരുന്ന് ഒക്കെ പോലുള്ളത് ഇൻഇലാസ്റ്റിക് ആയിട്ടുള്ള വസ്തുക്കളാണ്. അതായത് ഇവിടെ ഇ.ഡി നമ്മൾ ഈ ഇക്വേഷൻ വെച്ച് ചെയ്യുന്ന സമയത്ത് ഇ.ഡി ഗ്രേറ്റർ ദാൻ 1 വന്നാൽ, ഇ.ഡി ഗ്രേറ്റർ ദാൻ 1 വന്നു കഴിഞ്ഞാൽ ഡിമാൻഡ് എന്താണ്? ഇലാസ്റ്റിക് ആണ്. ഇനി ഇ.ഡി സ്മോളർ ദാൻ 1 വന്നു കഴിഞ്ഞാൽ ഇൻഇലാസ്റ്റിക് ആണ്. ഇനി ഇ.ഡി 1 വന്നു കഴിഞ്ഞാൽ യൂണിറ്ററി ഇലാസ്റ്റിക് ആണ്. മനസ്സിലായ? ഇതെങ്ങനെ നമുക്കൊരു ടേബിൾ വെച്ച് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രൈസ്, ക്വാണ്ടിറ്റി, പ്രൈസ് 50 ആവുന്ന സമയത്ത് ക്വാണ്ടിറ്റി 0 ആണെന്ന് വിചാരിക്കുക. അതായത് 50 പ്രൈസിൽ ആരും ഒന്നും വാങ്ങുന്നില്ല എന്ന് വിചാരിക്കുക. ഇനി പ്രൈസ് 40 ആയിട്ട് കുറഞ്ഞു. ഈ സമയത്ത് ക്വാണ്ടിറ്റി 20 ആണ് എന്ന് വിചാരിക്കുക. ഇവിടെ നമ്മൾ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഇവിടെ നമ്മൾ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുന്നത് നമ്മൾ ലീനിയർ ഡിമാൻഡ് കർവിന്റെ ഇക്വേഷൻ ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് നമ്മൾ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുന്നത്. അതായത് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത് എ മൈനസ് ബി പി എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മളിവിടെ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുന്നത്. ഇനി നമ്മൾ വില നമുക്ക് ഒന്നും കൂടിയും കുറഞ്ഞു എന്ന് വിചാരിക്കാം. വില നമുക്ക് 30 എന്ന് വിചാരിക്കാം. സ്ലോപ്പ് എന്താ നമ്മൾ പഠിച്ചത്? സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ബൈ ചേഞ്ച് ഇൻ പ്രൈസ്. ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ബൈ ചേഞ്ച് ഇൻ പ്രൈസ്, അതാണ് നമ്മൾ സ്ലോപ്പ് പഠിച്ചത്. ഇവിടെ നോക്കിയേ, ഇവിടെ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഇവിടെ 20 ആണ് നമ്മൾ ചേഞ്ച് വന്നിട്ടുള്ളത് അല്ലെ. 0 20 എത്തിയപ്പോൾ 20 ആണ്. ഇവിടെ നമ്മൾ പ്രൈസിൽ എത്രയാണ് ചേഞ്ച് വന്നിട്ടുള്ളത്? 10 ആണ് വന്നിട്ടുള്ളത് അല്ലെ. അങ്ങനെയാണെന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ബൈ ചേഞ്ച് ഇൻ പ്രൈസ് എന്ന് പറഞ്ഞാൽ 20/10 = 2. ഇവിടെ സ്ലോപ്പ് എന്ന് പറയുന്നത് 2 ആണ് വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇത് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് -2 വന്നു കഴിഞ്ഞാലും, ഇപ്പൊ ഇക്കണോമിക്സ് പഠിക്കുന്ന സമയത്ത് -2 വന്നാലും നമ്മൾ ആ നെഗറ്റീവ് എടുക്കില്ല. ഇക്കണോമിക്സ് യൂഷ്വലി ഡ്രോപ്സ് ദി മൈനസ് സൈൻ ആൻഡ് ഓൾവേസ് ഫോക്കസ് ഓൺ മാഗ്നിറ്റ്യൂഡ്. അതുകൊണ്ട് ഇക്കണോമിക്സിൽ നെഗറ്റീവ് വന്നാലും നമ്മൾ സ്ലോപ്പ് ഒക്കെ എഴുതുമ്പോൾ നെഗറ്റീവിൽ കാണണ്ട, നമ്മളത് -2 ആണെങ്കിലും 2 തന്നെ നമ്മൾ കണ്ടാൽ മതി. അപ്പൊ ഇവിടെ നമ്മൾ സ്ലോപ്പ് വന്നിട്ടുള്ളത് 2 ആണ്. അങ്ങനെ പ്രൈസ് 25, 20 നമ്മൾ ഇങ്ങനെ ഒരു അളവിൽ എടുക്കാം. 10, 0. ഇവിടെ പ്രൈസ് 0 ആവുന്ന സമയത്ത് ക്വാണ്ടിറ്റി 100 ആണെന്ന് വിചാരിക്കാം, മാക്സിമം ക്വാണ്ടിറ്റി. അങ്ങനെ വെച്ചാൽ നമ്മളിവിടെ എ എന്ന് പറയുന്നത് നമുക്ക് മാക്സിമം ക്വാണ്ടിറ്റി ആണ് നമുക്ക് കിട്ടുന്നത് 100. ഇനി ബി എന്ന് പറഞ്ഞ സ്ലോപ്പ് നമുക്ക് കിട്ടി 2 കിട്ടി. നമുക്ക് പി എന്ന് പറയുന്ന പ്രൈസ് നമുക്ക് ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് ഓരോ ക്വാണ്ടിറ്റിയും കണ്ടുപിടിക്കാൻ പറ്റും. നമുക്കിപ്പോൾ ഇവിടെ 30 ആണെന്ന് വിചാരിക്കാം, പ്രൈസ് 30 ആണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാൻ എന്താ നമ്മൾ ആക്കേണ്ടത്? മാക്സിമം ആയ 100 മൈനസ് 2 സ്ലോപ്പ് പി പ്രൈസ് 30, അതായത് 100 മൈനസ് 60 40 ആണ് വരുന്നത്. പ്രൈസ് 30 ആവുന്ന സമയത്ത് ക്വാണ്ടിറ്റി 40 ആണ് വരുന്നത്. ഇനി പ്രൈസ് 25 ആവുമ്പോൾ ഇതേ ഇക്വേഷൻ വെച്ചിട്ട് തന്നെ ചെയ്യാം നമുക്ക്. 100 മൈനസ് 2 ഇൻറ്റു പ്രൈസ് 25, 100 മൈനസ് 25 50, ഇവിടെ 50 ആണ് വരുന്നത്. ഇനി 20 ആവുന്ന സമയത്ത് ഇതേപോലെ തന്നെ 100 മൈനസ് പി സ്ലോപ്പ് എന്ന് പറയുന്നത് 2 ആണ്, പി എന്ന് പറയുന്നത് 20 ആണ്. 100 മൈനസ് 40 60. ഇനി 10 ആവുന്ന സമയത്ത് 100 മൈനസ് 2 ഇൻറ്റു പി എത്ര? 10, 80.
ഇനി 0 ആവുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് 100, ഞാൻ ഇവിടെ നേരത്തെ 100 എഴുതി, അപ്പൊ നിങ്ങൾക്ക് സംശയം തോന്നിയിട്ടുണ്ടാവും എങ്ങനെയാണ് 100 വന്നതെന്ന് നിങ്ങൾക്ക് സംശയം തോന്നിയിട്ടുണ്ടാവും. അതായത് നമ്മൾ 0 എത്തിയപ്പോൾ നമ്മളൊരു മാക്സിമം നമ്മൾ അസ്യൂം ചെയ്യുന്നതാണ്. നമ്മൾ അങ്ങനെയാണല്ലോ, 0 എത്തുമ്പോൾ നമുക്ക് എത്രയാണ് മാക്സിമം വരുന്നത് അതാണ് നമ്മളിവിടെ എ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ 0 എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മളൊരു അസ്യൂം ചെയ്തിട്ട് ഒരു നമ്പർ എടുത്തു, 100 എന്ന് പറഞ്ഞ ഒരു നമ്പർ എടുത്തു. ആ 100 എന്ന് പറഞ്ഞ നമ്പറാണ് നമ്മളിപ്പോൾ എ ആയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് എങ്ങനെയാണ് ഈ ഡിമാൻഡ് ഇലാസ്റ്റിക് ആണോ ഇൻഇലാസ്റ്റിക് ആണോ യൂണിറ്ററി ഇലാസ്റ്റിക് ആണോ എന്ന് നമുക്ക് നോക്കാം. അതായത് ഈ ടേബിളും ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് നോക്കാം എവിടെയാണ് ഇലാസ്റ്റിക് വരുന്നത് എവിടെയാണ് ഇൻഇലാസ്റ്റിക് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. അതായത് ED ഗ്രേറ്റർ ദാൻ 1 ആണല്ലോ ഇലാസ്റ്റിക് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. നമ്മളിപ്പോൾ ഈ ഒരു പോയിന്റ് എടുത്തു എന്ന് വിചാരിക്കാം, ഈ 2 പോയിന്റ് നമ്മൾ എടുത്തു എന്ന് വിചാരിക്കാം. നമ്മളിപ്പോൾ ഈ 40, 30 എന്ന് പറഞ്ഞ ഈ 2 പ്രൈസും അതിന്റെ നേരെ വരുന്ന 2 ക്വാണ്ടിറ്റിയും 20, 40 എന്ന് പറഞ്ഞ ഈ 2 ക്വാണ്ടിറ്റി ഇട്ടിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് ഇത് ഇലാസ്റ്റിക് ആണോ ഇൻഇലാസ്റ്റിക് ആണോ എന്ന് നോക്കാനാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അതായത് Q1 Q2 എന്ന് പറയുന്നത് എന്താണ്? Q2 എന്ന് പറയുന്നത് 40 ആണ് അല്ലെ, ഇതാണ് Q2. Q1 എന്ന് പറയുന്നത് 20 ആണ്. ബൈ ഇവിടെ Q1 ആണ് എടുത്തിട്ടുള്ളത്. Q1 എന്ന് പറയുന്നത് എന്താണ്? 20 ഇൻറ്റു 100 ബൈ ഇത് നോക്ക്, ഇത് രണ്ടാണല്ലോ നമ്മൾ പ്രൈസ് എടുത്തിട്ടുള്ളത്. 40ഉം 30ഉം ആണ് നമ്മളിവിടെ പ്രൈസ് എടുത്തിട്ടുള്ളത്. അതായത് ഒന്നാമത്തെ പ്രൈസ് ആണ് P1 എന്ന് പറയുന്നത്, അതായത് രണ്ടാമത്തതാണ് P2. P2 എന്ന് പറയുന്നത് 30 ആണ്, P1 എന്ന് പറയുന്നത് 40 ആണ്. ബൈ P1 എന്ന് പറയുന്നത് എന്താണ്? 40 ഇൻറ്റു 100 അല്ലേ. ഇനി അങ്ങനെയാണെങ്കിൽ 40 മൈനസ് 20 എന്ന് പറഞ്ഞാൽ 40 മൈനസ് 20 എത്രയാ? 20 ബൈ 20 ഇൻറ്റു 100 ബൈ ഇവിടെ നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ 30 മൈനസ് 40 എന്ന് പറഞ്ഞാൽ മൈനസ് 10, 40 ഇൻറ്റു 100. അതായത് 20 നമ്മൾ പോയി, ഇവിടെ നമുക്ക് 100 കിട്ടി. 100 ബൈ ഇവിടെ എത്രയാണ് വരുന്നത്? 25 മൈനസ് 25 അവ മൈനസ് 25 അല്ലേ വരുന്നത്. 100 മൈനസ് 25 അതായത് എത്രയാണ് കിട്ടുന്നത്? -4. ഞാൻ പറഞ്ഞു ഇപ്പൊ ഇക്കണോമിക്സിൽ മൈനസ് എന്ന് വന്നാലും നിങ്ങളത് ശ്രദ്ധിക്കേണ്ട. ഇക്കണോമിക്സ് ഓൾവേസ് ഫോക്കസ് ഓൺ മാഗ്നിറ്റ്യൂഡ്. മൈനസ് നമ്മൾ കളയാണ് ചെയ്യുന്നത് ഇക്കണോമിക്സിൽ. നമ്മൾ മറ്റേ മാത്തമാറ്റിക്സ് ഒന്നും ചെയ്യുന്ന പോലെയല്ല, ഇക്കണോമിക്സിൽ ഓൾവേസ് മൈനസ് സൈൻ നമ്മൾ ഡ്രോപ്പ് ആക്കി കളയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇവിടെ ED കിട്ടിയിട്ടുള്ളത് 4 ആണ്. ED 4 ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഗ്രേറ്റർ ദാൻ 1 ആണ് ഇലാസ്റ്റിക് എന്ന് പറയുന്നത്. അങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പോർഷന് ഇവിടെ നമുക്ക് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് ED ഗ്രേറ്റർ ദാൻ 1 ആണ്. ഇവിടെ ഇലാസ്റ്റിക് ആണ്, മനസ്സിലായില്ല? ED ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഇലാസ്റ്റിക് ആണ്. ഇലാസ്റ്റിക് ആണെന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ ചെയ്ത ഇക്വേഷൻ ആണ് ഇത്. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് നമുക്ക് ഇനി ഇലാസ്റ്റിക് ആണോ ഇൻഇലാസ്റ്റിക് ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലാസ്റ്റത്തെ 2 എടുത്തിട്ടുണ്ട്. ഇവിടെ പ്രൈസ് 20ഉം 10ഉം ആയ സമയത്ത് ക്വാണ്ടിറ്റി 60ഉം 80ഉം വരുമ്പോൾ എങ്ങനെ വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ നമ്മൾ ഇക്വേഷൻ ഇതാണല്ലോ. അങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് 2 എന്ന് പറയുന്നത് 80 ആണ്, ക്വാണ്ടിറ്റി ഓഫ് 1 എന്ന് പറഞ്ഞാൽ 60 ആണ്. 80 മൈനസ് 60 ബൈ ക്വാണ്ടിറ്റി ഓഫ് 1 എന്ന് പറയുന്നത് എത്രയാണ്? 60 ഇൻറ്റു 100 ബൈ പ്രൈസ് ഓഫ് 2 എന്ന് പറയുന്നത് 10 ആണ്, പ്രൈസ് ഓഫ് 1 എന്ന് പറയുന്നത് 20 ആണ്, ബൈ പ്രൈസ് ഓഫ് 1 എന്ന് പറയുന്നത് എത്രയാണ്? 20 ആണ് ഇൻറ്റു 100. 80 മൈനസ് 60 എന്ന് പറഞ്ഞാൽ 20 ബൈ 60 ഇൻറ്റു 100 ബൈ മൈനസ് 10 ബൈ 20 ഇൻറ്റു 100 എത്രയാണ് ഇവിടെ കിട്ടുക? 1.1 ആണ്. 1.1 ആണ്. 1.1നെ നമുക്ക് 20 കൊണ്ടാക്കുമ്പോൾ എത്ര കിട്ടും? പോയിന്റ് ഉണ്ട്. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 33 ആണ് കിട്ടുന്നത് അല്ലെ. 33 ബൈ ഇവിടെ നമുക്ക് എത്ര കിട്ടുന്നത്? ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 20 ഇവിടെ 5 ആയി, മൈനസ് 50. മൈനസ് സൈൻ നമ്മൾ നോക്കണ്ടെന്ന് പറഞ്ഞു, മൈനസ് സൈൻ നമ്മൾ ഡ്രോപ്പ് ആക്കി കളയാണ്. അപ്പൊ 33 ബൈ 50 എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം എത്ര കിട്ടും? 33 ബൈ 50 എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം 1നേക്കാളും ചെറുതാണല്ലോ. 33 ബൈ 50 എന്ന് പറയുമ്പോൾ എത്ര നമുക്ക് കറക്റ്റ് ആയിട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 50
ബൈ 33 എത്ര ടൈംസ് പോവും? 0.33 നമുക്ക് ഏകദേശം 0.67 ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. 33/15 നമുക്ക് ഇവിടെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ 1-നേക്കാളും ചെറുതാണ്, 0.67 ആണ് കിട്ടുന്നത്. അതായത് ഇവിടെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ലെസ് ദാൻ 1 ആണ്. അതായത് ഇവിടെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ലെസ് ദാൻ 1 ആണ്. അതായത് ഇൻഇലാസ്റ്റിക് ആണ്. ഇവിടെ ഇലാസ്റ്റിക് ആണ്. നമ്മൾ തുടക്കത്തിൽ ഇൻഇലാസ്റ്റിക് ആണ്, ലാസ്റ്റത്തിൽ നമ്മൾ എന്താണ് ഇൻഇലാസ്റ്റിക് ആണ്. ഇനി നമുക്കിപ്പോൾ ഏകദേശം നമുക്കിവിടെ 25ഉം 50ഉം പ്രൈസ് 25 സമയത്ത് ക്വാണ്ടിറ്റി 50 വന്നപ്പോൾ നമുക്ക് അവിടെ യൂണിറ്ററി ഇലാസ്റ്റിക് ആണോ എന്ന് നമുക്ക് അവിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് രണ്ടും എടുത്തിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 25ഉം 20ഉം 50ഉം 60 എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയും 25 20 എന്ന് പറയുന്ന പ്രൈസ് കൊടുത്തിട്ട് നമ്മൾ ചെക്ക് ചെയ്യാണ് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ Q2 എന്ന് പറയുന്നതാണല്ല നമുക്ക് എത്ര വരുന്നത്? 60. Q1 50 മൈനസ് Q1 എന്ന് പറയുന്നത് എത്രയാണ്? 50 ഇൻറ്റു 100 ബൈ പ്രൈസ് ഓഫ് 1 എന്ന് പറയുന്നത് എത്രയാണ്? 25ഉം പ്രൈസ് ഓഫ് 2 എന്ന് പറയുന്നത് 20 ആണ്. അപ്പൊ 20 മൈനസ് 25 ബൈ 25 ഇൻറ്റു 100. അതായത് 60 മൈനസ് കാണുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, 60 മൈനസ് 50 എന്ന് പറയുമ്പോൾ 10 ബൈ 50 ഇൻറ്റു 100 ബൈ മൈനസ് 5 ബൈ 25 ഇൻറ്റു 100. 50 100ൽ 2 ടൈംസ്, അതായത് ഇവിടെ 20 ബൈ 20. ഇവിടെ നോക്ക് 1 കിട്ടി. 20 ബൈ 20 എന്ന് പറഞ്ഞാൽ ED = 1. ഇവിടെ യൂണിറ്ററി ഇലാസ്റ്റിക് ആണ്. ഈ നടുവിൽ യൂണിറ്ററി ഇലാസ്റ്റിക് ആണ് വരുന്നത്. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഇലാസ്റ്റിക് ആണ് തുടക്കത്തിൽ. ഇവിടെ യൂണിറ്ററി ഇലാസ്റ്റിക് ആണ്, ഇവിടെ ഇൻഇലാസ്റ്റിക് ആണ്. ഇപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ഇത് വരുന്നത്. ഇനി നമ്മൾ ഇത് എങ്ങനെയാണ് ജോമെട്രി ആയിട്ട് ചെയ്യുമ്പോൾ, അതായത് നമ്മൾ ഇതൊരു ഗ്രാഫ് ആയിട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇത് ഇലാസ്റ്റിക് ആണോ ഇൻഇലാസ്റ്റിക് ആണോ യൂണിറ്ററി ആണ് വരുന്നത് എന്ന് നോക്കാനായിട്ട് ഒരു സിമ്പിൾ വഴിയുണ്ട്. അത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഗ്രാഫ് വരച്ചു നോക്കാം. നമുക്ക് ഇത് വെച്ചിട്ട് ഒരു ഗ്രാഫ് വരച്ചു നോക്കാം. നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെന്ന് വിചാരിക്കും. എക്സ് ആക്സിസിൽ ക്വാണ്ടിറ്റി 100 വരെയും Y ആക്സിസിൽ പ്രൈസ് 100 വരെ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് കിട്ടിയിട്ടുള്ള ഓരോ പോയിന്റ് ഉണ്ടല്ലോ, അതായത് പ്രൈസ് നമുക്ക് 50 ആവുന്ന സമയത്ത് എത്രയായിരുന്നു? ക്വാണ്ടിറ്റി 0 ആണ്. അപ്പോൾ ഇവിടെ പോയിന്റ് വന്നു. ഇനി നമുക്ക് പ്രൈസ് 40 ആവുന്ന സമയത്ത് ക്വാണ്ടിറ്റി എത്രയായിരുന്നു? 20 ആണ്. അപ്പൊ നമുക്ക് ഈ 20യുടെ നേരെ നമുക്ക് ഇവിടെയാണ് പോയിന്റ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് പ്രൈസ് 30 ആവുന്ന സമയത്ത് ക്വാണ്ടിറ്റി എത്രയാണ്? 40 ആണ്. ഇനി നമുക്ക് പ്രൈസ് 25 ആവുന്ന സമയത്ത് ക്വാണ്ടിറ്റി എത്രയാണ് വന്നിട്ടുള്ളത്? 50 ആണ്. ഇനി പ്രൈസ് 20 ആവുന്ന സമയത്ത് എത്രയാണ് ക്വാണ്ടിറ്റി വന്നിട്ടുള്ളത്? 60 ആണ്. ഇനി പ്രൈസ് 10 ആവുന്ന സമയത്ത് ക്വാണ്ടിറ്റി വന്നിട്ടുള്ളത് എത്രയാണ്? 80 ആണ്. ഇനി പ്രൈസ് 0 ആവുന്ന സമയത്ത് ക്വാണ്ടിറ്റി വന്നിട്ടുള്ളത് 100 ആണ്. നമ്മൾ ഇത് വെച്ചിട്ട് നമ്മളൊരു കർവ് ഇങ്ങനെ വരയ്ക്കുകയാണ്. ഈ പോയിന്റുകളൊക്കെ ചേർത്തിട്ട് നമ്മളൊരു കർവ് വരയ്ക്കുകയാണ്. നമുക്കിവിടെ മിഡ് ആയിട്ടുള്ള പോയിന്റ് കിട്ടിയിട്ടുള്ളത് എവിടെയാണ്? നമുക്ക് കിട്ടിയിട്ടുള്ളത് 25 പ്രൈസ് വന്ന സമയത്ത് നമ്മൾ 50 ആയിട്ട് നമുക്കിവിടെ മിഡ് ആയിട്ടുള്ള പോയിന്റ് കിട്ടിയിട്ടുള്ളത് നമുക്ക് 25 പ്രൈസ് വന്ന സമയത്ത് ക്വാണ്ടിറ്റി 50 ആയ സമയത്താണ് നമുക്ക് യൂണിറ്ററി ഇലാസ്റ്റിക് കിട്ടിയിട്ടുള്ളത്. നമ്മളിവിടെ ഒരു പോയിന്റ് M എന്ന് പറയുന്ന ഒരു മിഡ് പോയിന്റ് അടയാളപ്പെടുത്തി. നമുക്ക് എവിടെയാണ് മിഡ് പോയിന്റ് കിട്ടിയിട്ടുള്ളത്? നമുക്ക് 25 പ്രൈസ് ആയ സമയത്ത് ഇവിടെ 50 ക്വാണ്ടിറ്റിയും 25
പ്രൈസും ആയ സമയത്താണ് നമുക്കൊരു മിഡ് പോയിന്റ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മേൽ വരുന്ന ഭാഗം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഗ്രേറ്റർ ദാൻ 1 ആണ്, അതായത് ഇലാസ്റ്റിക് ആണ്. ജോമെട്രി ആയിട്ട് നോക്കുമ്പോൾ നമ്മൾ അങ്ങനെയാണ് നോക്കുന്നത്. ഇനി ഇതിൻ്റെ ലോവർ ആയിട്ടുള്ള ഈ ഭാഗത്ത് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ലെസ്സർ ദാൻ 1 ആണ്. ഇത് നമുക്ക് ഏതൊരു പോയിന്റും വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ നോക്കിയിട്ട് എടുക്കാം. പക്ഷെ മിഡ് പോയിന്റ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ഈസി ഉണ്ടായിരിക്കും. ആ മിഡ് പോയിന്റ് ആണ് യൂണിറ്ററി ഇലാസ്റ്റിസിറ്റി ഉള്ളത്. അതിൻ്റെ മേൽ വരുന്ന ഭാഗമാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഇലാസ്റ്റിക് ഉള്ളതും, അടിയിൽ വരുന്ന ഭാഗം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഇൻഇലാസ്റ്റിക് ഉള്ളതും. ഇത് നമുക്ക് ഏത് പോയിന്റും വെച്ചിട്ട് നോക്കാം. പക്ഷെ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് വരുന്നത്. ഈ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എങ്ങനെയാണ് ഒരു ലീനിയർ ഡിമാൻഡ് കർവിൽ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഇത് പഠിച്ചത്. ഇനി നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് എന്താണ് കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് നമ്മൾ ചില സമയത്ത് പ്രൈസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പ്രൈസ് മാറിക്കൊണ്ടിരിക്കുന്ന സമയത്തും നമ്മൾ ക്വാണ്ടിറ്റി അതുപോലെ തന്നെ നിൽക്കുകയാണെന്ന് വിചാരിക്കാം. അതായത് പ്രൈസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ഇപ്പം 20 നിന്നും 40 മാറി, പക്ഷെ 50 മാറി, 60 മാറി, ഇങ്ങനെ പ്രൈസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്താണ്, ക്വാണ്ടിറ്റിയിൽ യാതൊരു മാറ്റവും ഇല്ല. ക്വാണ്ടിറ്റി അതുപോലെ തന്നെ നിൽക്കുകയാണ്. പ്രൈസ് ഏതൊക്കെ മാറിയാലും ക്വാണ്ടിറ്റി അതിങ്ങനെ തന്നെ നിൽക്കുകയാണ്. പ്രൈസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷെ ക്വാണ്ടിറ്റി അതുപോലെ തന്നെ നിൽക്കുകയാണ് എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു ലംബിയ ഡിമാൻഡ് കർവാണ്. ഇത് എപ്പോഴും ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഇവിടെ എന്താണ്, 0 ആണ്, ഒരിക്കലും മാറുന്നില്ല, ക്വാണ്ടിറ്റി മാറുന്നില്ല. അതുകൊണ്ട് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് 0 ആണ്. അതായത് നമ്മളൊരു വസ്തുവിൻ്റെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് നോക്കുമ്പോൾ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് 0ക്കും ഇൻഫിനിറ്റി, അതായത് അനന്തമായിട്ട് അനന്തം, അതായത് നമ്പറുകളില്ല, അതിൻ്റെ ഇടയ്ക്കായിരിക്കും, ഇഷ്ടമുള്ള നമ്പറുകളായിട്ട് വരാം. പക്ഷെ ചില സമയത്ത് അതങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. ഇനി നമ്മൾ വേറൊന്നില് പ്രൈസ് അങ്ങനെ തന്നെ നിൽക്കുകയാണെന്ന് വിചാരിക്കാം. അതായത് പ്രൈസിൽ ഒരു മാറ്റവും വരുന്നില്ല, പക്ഷെ ക്വാണ്ടിറ്റി മാറിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. പ്രൈസിൽ മാറ്റം വരുന്നില്ല, പക്ഷെ ക്വാണ്ടിറ്റിയിൽ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. പ്രൈസ് അങ്ങനെ നിൽക്കുകയാണ് ഒരേ പോയിന്റിൽ. ഇപ്പൊ പ്രൈസ് 50 തന്നെ നിൽക്കുകയാണ്, പക്ഷെ ക്വാണ്ടിറ്റിയിൽ മാറ്റം വന്നിട്ട് ഡിമാൻഡ് കർവിൽ മാറ്റം ഇങ്ങനെ വരും. ഡിമാൻഡ് കർവ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. നോക്ക്, പ്രൈസ് സ്ഥിരമായിട്ട് നിൽക്കുകയാണ്, പക്ഷെ ക്വാണ്ടിറ്റിയാണ് ഇവിടെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്താണ്, ഇൻഫിനിറ്റ് ആണ്. ഇനി മറ്റൊരു ഡിമാൻഡ് കർവ് ഉണ്ട്. അതാണ് നമ്മൾ പ്രൈസിന് അനുപാതമായിട്ട് ഡിമാൻഡ് മാറിക്കൊണ്ടിരിക്കും. പ്രൈസ് 1 മാറുന്നതെന്ന് വെച്ചാൽ ഡിമാൻഡ് 1 മാറും. പ്രൈസ് 2 വെച്ചാൽ ഡിമാൻഡ് അതിന് അനുപാതമായിട്ടാണ് മാറുന്നത്. പ്രൈസ് മാറുന്നത് അതേ അളവിലാണ് ഡിമാൻഡ് മാറിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പം പ്രൈസ് ഇവിടെ 20 ആണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ ഇവിടെ ഡിമാൻഡ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഇതാണ് ഇവിടെയാണ് നമ്മൾ ഈ മട്ടകോൺ അതിവലയം അല്ലെങ്കിൽ റെക്ടാങ്കുലർ ഹൈപ്പർബോള എന്ന് പറയുന്ന ഒരു ഇത് വരുന്നത്. കോൺസ്റ്റന്റ് ഡിമാൻഡ് കർവ് എന്ന് പറയുമ്പോൾ നമുക്കത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് ഇതാണ്. Q = K എന്ന് പറയുന്നത് എന്താണ്, കോൺസ്റ്റന്റ് ആണ്, ഇൻറ്റു P. ഇതാണ് കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. എന്താണ്, ചില സമയത്ത് പ്രൈസ് മാറിയാലും ക്വാണ്ടിറ്റി മാറില്ല, ചില സമയത്ത് ക്വാണ്ടിറ്റി മാറിയാലും ക്വാണ്ടിറ്റി മാറിക്കൊണ്ടിരിക്കും, പക്ഷെ പ്രൈസ് മാറില്ല. ഇനി ചില സമയത്താണെങ്കിലോ പ്രൈസിന് അനുപാതമായിട്ട് ക്വാണ്ടിറ്റി മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഇനി എന്താണ് ഡിറ്റർമിനൻസ് ഓഫ് ദി ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്? എന്തൊക്കെയാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിനെ ഡിറ്റർമിനൻസ് ചെയ്യുന്ന പ്രധാന ഘടകങ്ങൾ? ഒന്ന്, പകരം വെക്കാൻ വസ്തുക്കളുണ്ടോ എന്നുള്ളത്, പകരക്കാരനുണ്ടോ എന്നുള്ളത്. അതായത് ഒരു വസ്തുവിന്റെ വില വർദ്ധിക്കുമ്പോൾ അതിന് പകരം വെക്കാൻ വസ്തുക്കൾ ഉണ്ടെങ്കിൽ അതിന്റെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഇലാസ്റ്റികമായിരിക്കും. പിന്നെ അതേപോലെ തന്നെ പ്രൈസ് എങ്ങനെയാണ് പ്രൈസ് ഒരു ടൈം പീരീഡിൽ മാറുക എന്നുള്ളത്. അതായത് ഷോർട്ട് പീരീഡിലാണെങ്കിൽ ഇലാസ്റ്റിക് ആയിരിക്കും, ലോങ് പീരീഡിലാണെങ്കിൽ അതിന്റെ ഡിമാൻഡ് ഇൻഇലാസ്റ്റിക് ആയിരിക്കും. അതേപോലെ തന്നെ ആവശ്യങ്ങൾക്കനുസരിച്ചാണ് ഇലാസ്റ്റികത മാറുന്നത്. ആവശ്യങ്ങൾ എന്ന് പറയുമ്പോൾ മരുന്ന് പോലുള്ള
ഭക്ഷണ സാധനങ്ങൾ, അരി പോലുള്ള അവശ്യ വസ്തുക്കൾ, അതായത് നെസസറി ഏറിയിട്ടുള്ള വസ്തുക്കൾക്ക്, നെസസിറ്റി ഉള്ള വസ്തുക്കൾക്ക് ഇൻഇലാസ്റ്റികവും, ലക്ഷറീസ് ആയിട്ടുള്ള വസ്തുക്കളുടെ അതായത് കാറ്, അതേപോലെ തന്നെ ലക്ഷറി ആയിട്ടുള്ള ഡ്രസ്സ്, അതിൻ്റെ ഒക്കെ ഇലാസ്റ്റിക്കുമായിരിക്കും. വരുമാനത്തിന്റെ വിഹിതം, അതായത് ചെലവിൽ വലിയ വിഹിതം കൊടുക്കേണ്ടി വരുന്ന വസ്തുക്കളുടെ ഇലാസ്റ്റിസിറ്റി ഇലാസ്റ്റിക് ആയിരിക്കും. ചെലവിൽ കുറച്ച് വരുമാനം മാത്രം ചെലവാക്കുന്നുള്ളതെന്ന് വെച്ചാൽ അവയുടെ ഇലാസ്റ്റിസിറ്റി ഇൻഇലാസ്റ്റികമായിരിക്കും. ഇനി ഈ ഇലാസ്റ്റിസിറ്റിയും ടോട്ടൽ എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇലാസ്റ്റിസിറ്റിയും ടോട്ടൽ എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള ബന്ധം എന്ന് പറയുമ്പോൾ വ്യാപാരികൾക്ക് വളരെ എളുപ്പമാണ്. ഇപ്പോൾ ഒരു വസ്തുവിന്റെ ഇലാസ്റ്റിസിറ്റി നോക്കിയിട്ട് ഒരു വസ്തുവിന്റെ വില നിർണ്ണയിക്കാനായിട്ട് വ്യാപാരികൾക്ക് വളരെ എളുപ്പമാണ്. അതായത് ഇലാസ്റ്റിക് ആയിട്ടുള്ള വസ്തുക്കളുടെ പ്രൈസ് കൂട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മൊത്തം വരുമാനം താഴാണ് ചെയ്യുക. അതായത് ഇലാസ്റ്റിക് ആയിട്ടുള്ള വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ ലക്ഷറി വസ്തുക്കളല്ലേ, ഇവയുടെ ഗ്രേറ്റർ ദാൻ 1 ആയിട്ടുള്ള വസ്തുക്കളുടെ പ്രൈസ് കൂട്ടിക്കഴിഞ്ഞാൽ എന്തുണ്ടാവുക? ടോട്ടൽ എക്സ്പെൻഡിച്ചർ താഴും. ഇനി പ്രൈസ് കുറച്ച് കഴിഞ്ഞാൽ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഉയരും. ഇനി ഇൻഇലാസ്റ്റിക് ആയിട്ടുള്ള വസ്തുക്കളുടെയോ, ഇൻഇലാസ്റ്റിക് ആയിട്ടുള്ള വസ്തുക്കളുടെ പ്രൈസ് കുറച്ച് കഴിഞ്ഞാൽ ടോട്ടൽ എക്സ്പെൻഡിച്ചർ കുറയും. പിന്നെ പ്രൈസ് കൂട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ എക്സ്പെൻഡിച്ചർ കൂടും. ഇനി യൂണിറ്ററി ഇലാസ്റ്റിക് ആയിട്ടുള്ള വസ്തുക്കളുടെയോ കോൺസ്റ്റന്റ് ആണ്, നോട്ട് ചേഞ്ച്ഡ്, അതുപോലെ തന്നെ നിൽക്കും. ഇതാണ് ടോട്ടൽ എക്സ്പെൻഡിച്ചറും അതേപോലെ തന്നെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡും തമ്മിലുള്ള ബന്ധം. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ നമുക്കിതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ ഡിസ്കസ് ചെയ്യാം.